ഹായ് വരുവാൻ നമ്മുടെ വോയിസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുവരെ ബ്രേക്ക് ഓഫ് സെച്ചർ എന്താ നോക്കി, MSS എന്താ നോക്കി, നമ്മുടെ മേജർ ട്രെൻഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയം VS ഡിസ്കൗണ്ട് എന്താണ്. നമുക്ക് പ്രീമിയം VS ഡിസ്കൗണ്ട് എന്താണെന്ന് ചാർട്ടിൽ നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡേ ടു ലൈഫിലേക്കൊന്ന് നമുക്ക് വരാം. ഇപ്പം ബൈയിൻ്റെ സിനാരിയോ നമുക്ക് നോക്കാം. വെയിറ്റ് ഫോർ പ്രൈസ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ് ദെൻ ബൈ. ഇതാണിത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു മൊബൈൽ ഫോൺ ഞാൻ വാങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പം അതിൻ്റെ പ്രൈസ് 1 lakh റുപ്പീസാണ് കറൻറ്റ് പ്രൈസ്. ഒരു ഓഫറൊന്നും ഇല്ല അതിൽ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ അതിന് 1 lakh റുപ്പീസാണ്. അപ്പം ഞാനിത് വേറൊരു കാര്യം അറിയുകയാണ്. ഈ മൊബൈൽ ഫോണ് അടുത്ത മാസം ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഉണ്ട്. അപ്പം 50% ഓഫറിൽ ഇത് കിട്ടുമെന്ന് ഞാൻ അറിയുകയാണ്. അപ്പോൾ എനിക്കൊരു 50K ഈ മൊബൈൽ ഫോൺ കിട്ടും. അപ്പോൾ ഞാൻ എന്താട്ടും, ബൈ ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യും. ഈ മൊബൈൽ ഫോൺ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാതെ ഞാൻ ഫ്ലിപ്കാർട്ടിലത്തെ ബിഗ് ബില്യൺ ഡേയ്സത്തെ ഓഫർ വരാനും വേണ്ടി ഞാൻ നെക്സ്റ്റ് മന്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സ് വന്നതിന് ശേഷം വാങ്ങുന്നതിനാണ്, ഒരു 50K വാങ്ങുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1 ലക്ഷത്തിൻ്റെ ഫോൺ എനിക്കറിയാണ്, എനിക്ക് ഒരു ഇത് കിട്ടുകയാണ്. ബിഗ് ബില്യൺ ഡേയ്സ് വരുമ്പോൾ 50% ഓഫറിൽ കിട്ടുന്നുള്ളൊരു ഒരു ഐഡിയ എനിക്ക് കിട്ടുകയാണ്, ഒരു അറിവ് എനിക്ക് കിട്ടുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എവിടുന്നേലും എനിക്കൊരു അറിവ് കിട്ടുമ്പോൾ ഞാൻ ആ 1 ലക്ഷത്തിന് വാങ്ങാതെ ആ കറൻറ്റ് പ്രൈസിൽ വാങ്ങാതെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കണ്ട് ബിഗ് ബില്യൺ ഡേയ്സിലത്തെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കണ്ട് ബിഗ് ബില്യൺ ഡേയ്സിലത്തെ ഓഫറിൽ ഞാൻ 50K വാങ്ങുന്നതിനെയാണ് ഡിസ്കൗണ്ട് പ്രൈസിൽ ഞാൻ വാങ്ങി അല്ലേ. അപ്പം എന്താ ഞാൻ ചെയ്തത് വെച്ചാൽ ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ഡിസ്കൗണ്ട് പ്രൈസിൽ ഞാൻ വാങ്ങി. ഇപ്പം സെല്ലിൻ്റെ പ്രീമിയത്തിലാണ് സെല്ല് ചെയ്യുക നമ്മൾ. അപ്പം സെല്ലിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ പ്രൈസ് റീച്ച് അറ്റ് എ പ്രീമിയം പ്രൈസ് ദ സെല്ല്. നമ്മൾ പ്രീമിയത്തിലേക്ക് പ്രൈസ് പോകാനും വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. റിയൽ ലൈഫിലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇപ്പം എൻ്റെ വീട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 30 ലക്ഷം രൂപയാണെന്ന് വെക്കുക. അപ്പം ഈ 30 ലക്ഷത്തിൻ്റെ വീട് ഞാനിപ്പോൾ വിൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വിൽക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയിൽ ഒരു ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട്. ഹൈലൈറ്റ് മാളോ ലുലു മാളോ എന്തെങ്കിലും ഒരു മാൾ വരുന്നുണ്ട് എന്ന് ഞാൻ അറിയണം. ഹാപ്പനിങ് സോണോ വരുന്നുണ്ടെന്ന് അറിയണം. അപ്പോൾ ഞാൻ എന്താട്ടും വെയിറ്റ് ചെയ്യും. ഈ മാളിൻ്റെ ഒരു തറക്കല്ലിടാനോ എന്തിനായാലും ഈ മാൾ ഇവിടെ വരുന്നില്ല ഉറപ്പില്ല. കാരണം ഇപ്പം ഇത് 30 ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ എനിക്കത് നഷ്ടമാവും. കാരണം ഈ ഹൈലൈറ്റ് മാൾ വന്നാൽ ഈ സ്ഥലത്തിൻ്റെ വാല്യൂ കൂടും. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് ഈ ഹൈലൈറ്റ് മാളിൻ്റെ തറക്കല്ലോ എന്തെങ്കിലും ഇടാൻ. ഏതെങ്കിലും ഒരു മാൾ കേട്ടോ, ഹൈലൈറ്റ് മാൾ എന്നല്ല, ഏതെങ്കിലും ഒരു മാൾ, ലുലു മാളോ ഓറഞ്ച് മാളോ ഏതെങ്കിലും ഒരു മാൾ. ഈ മാൾ വരാനും വേണ്ടി ഈ തറക്കല്ലോ എന്തെങ്കിലും ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഹൈലൈറ്റ് മാൾ വരികയാണെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഒരു ഹഗ്ഗ മഗ് വരും. അപ്പോൾ ആ ഹഗ്ഗ മഗ് വരുവോളം ഞാൻ വെയിറ്റ് ചെയ്യാണ്, എൻ്റെ വീട് വിൽക്കാതെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഗമഗോ ഹൈലൈറ്റ് മാളോ തറക്കല്ലിട്ടതിന് ശേഷം ഗമഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ പ്രൈസ് അവിടെ കൂടും, മേലേക്ക് ഇങ്ങനെ പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത് ഒരു മാള് വന്നതുകൊണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ വാല്യൂ കൂടിയാണ് ഇപ്പോൾ ഒരു 30 ലക്ഷം അല്ല 75 ലക്ഷം ആവും. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 75 ലക്ഷം രൂപയാവുമ്പം ആ മാള് വന്നതിന് ശേഷം ഒരു 75 ലക്ഷം രൂപയാവുമ്പോൾ ഞാൻ വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെ ചെയ്തത്, പ്രീമിയം പ്രൈസിൽ വിൽക്കാനും വേണ്ടി വെയിറ്റ് ചെയ്തു. ഇതാണ് പ്രീമിയം പ്രൈസിൽ വിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബൈ ചെയ്യാൻ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതേമാതിരി സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയം പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്യുന്നതിനെയാണ് പ്രീമിയം VS ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ പ്രീമിയം VS ഡിസ്കൗണ്ടിൻ്റെ ഒരു സെക്കൻഡ് സ്ലൈഡും കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പം എന്താ വെച്ചാൽ ഒരു കറൻറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നതിനെയാണ് കറൻറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഇതാണ് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് വെക്കുക. കറൻറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഫോണിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ 1 lakhൻ്റെ ഫോൺ ഞാൻ ഒരു മന്ത് കഴിഞ്ഞാൽ 50% ഓഫറിൽ 50K ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നു. അപ്പോൾ ആ ഒരു മന്ത് ഞാൻ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാൻ നിൽക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മന്താണ് ഇവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ 1 മന്താണ് ഇവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതേമാതിരി പ്രീമിയത്തിൻ്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ഇതിൻ്റെ പ്രൈസ്, എൻ്റെ വീടിൻ്റെ പ്രൈസ്. ഇവിടെ ഞാൻ അറിയുകയാണ് ഒരു ഹൈലൈറ്റ് മാള് ഹാപ്പനിങ് സൂൺ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് എനിക്ക് കിട്ടുകയാണ്. അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യാണ്
ഈ ഹൈലൈറ്റ് മാള് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ വാല്യൂ കൂടും. അപ്പം എൻ്റെ വീട് 30 ലക്ഷത്തിൻ്റെ വീട് 75 ലക്ഷത്തിലേക്ക് എത്താനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നതിനെയാണ് പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടും പ്രീമിയം എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വലിയൊരു കാര്യമില്ലെന്നല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡിസ്കൗണ്ട് പ്രൈസ് കറൻറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നതിന് ഡിസ്കൗണ്ട്, കറൻറ്റ് പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിൽ വിൽക്കാൻ നിൽക്കുന്നതിനെയാണ് പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ളതിനാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 0.5നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. പ്രീമിയം അല്ല ഡിസ്കൗണ്ടും അല്ലാതെ നിൽക്കുന്നതിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. കറൻറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നതിനെ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നു. കറൻറ്റ് പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിൽ വിൽക്കുന്നതിനെ പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത്. ഒരിക്കലും പ്രീമിയം പ്രൈസിൽ നിന്ന് ബൈ ചെയ്യരുത്. ഒരിക്കലും പ്രീമിയം പ്രൈസിൽ നിന്ന് ബൈ ചെയ്യരുത്. അത് എപ്പോഴൊന്ന് ഓർത്ത് വെക്കുക. ഒരിക്കലും ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് സെല്ലും ചെയ്യരുത്. അതും എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് നോക്കാം? നേച്ചർ ഓഫ് ദ ഹ്യൂമൻ സൈക്കോളജി. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി ബയേഴ്സ് വിസ് ടു ബൈ എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. എല്ലാ ബയേഴ്സും എവിടെ നിന്നാണ് വാങ്ങാൻ നോക്കുന്നത്? ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോഴാണ് വാങ്ങാൻ നോക്കുന്നത്. ആൻഡ് എവരി സെല്ലർ വിസ് ടു സെൽ അറ്റ് എ പ്രീമിയം പ്രൈസ്. എല്ലാ സെല്ലേഴ്സും എവിടെ നിന്നാണ് വിൽക്കാൻ നോക്കുന്നത്? പ്രീമിയം പ്രൈസിലാണ് വിൽക്കാൻ നോക്കുന്നത്. കാരണം ഡിസ്കൗണ്ട് പ്രൈസിലാണ് വാങ്ങാൻ നോക്കുന്നത്. എന്നിട്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തുമ്പോഴാണ് വാങ്ങുന്നത്. പ്രീമിയം പ്രൈസിലാണ് വിൽക്കാൻ നോക്കുന്നത്. എന്നിട്ട് പ്രീമിയം പ്രൈസിൽ എത്തുമ്പോഴാണ് വിൽക്കുന്നത് എല്ലാ സെല്ലേഴ്സും. അങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത്. ബട്ട് ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ട്രേഡിങ്ങിൽ അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും ഈ ഡിസ്കൗണ്ട് പ്രൈസിൽ വിൽക്കുകയും പ്രീമിയം പ്രൈസിൽ വാങ്ങുകയും ചെയ്യുന്നത്. ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട്. അപ്പം ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ പ്രീമിയവും ഇവിടെ ഡിസ്കൗണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. കൊമേഴ്സിലുണ്ട് തോന്നുന്നു. ഞാൻ കൊമേഴ്സിലായിട്ട് പഠിച്ചിട്ടുണ്ട്. കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റും ബിസിനസ് ഇപ്പം ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭവും ഇല്ല ലോസും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിൻ്റെയും പ്രീമിയത്തിൻ്റെയും ഇടയിലുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തെ ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്നത്. ഈ മുകളിലുള്ളത് പ്രീമിയവും താഴെയുള്ളത് ഡിസ്കൗണ്ടും. നമുക്കിന്ന് ചാർട്ടിൻ്റെ ഒരു രൂപത്തിലൊക്കെ ഒന്ന് നമുക്ക് പോവാം. നമുക്ക് അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹയർ ലോ, പിന്നെ ഈ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വേറൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സിസ്റ്റർ ക്രിയേറ്റ് ആകുക. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഓഫ് സിസ്റ്ററിൻ്റെ കേസ് നമ്മൾ അപ് ട്രെൻഡിലും പറഞ്ഞു, ഡൗൺ ട്രെൻഡിലും പറഞ്ഞു. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇപ്പോഴത്തെ ഈ ലാസ്റ്റത്തെ ലോ അല്ലേ, ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോഴാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുകയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് പോയി ഒന്നുപാടെ കണ്ടിട്ട് പിന്നെ ഈ ക്ലാസ്സിലേക്ക് തിരിച്ചു വരിക. ഇതൊരു സ്വിംഗ് ലോ. അപ്പം അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ലോ, ഇവിടെ ഒരു സ്വിംഗ് ഹൈ. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ. ഇപ്പം ഈ അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, ബുള്ളി സിനാരിയോയിലോട്ട് പോവുകയാണെങ്കിൽ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും, ലോ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇവിടുത്തെ ലോ ഒക്കെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇവിടുത്തെ ഹൈ വീക്കായതുകൊണ്ടാണ് ഹൈ കട്ട് ചെയ്ത് കണ്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഈ അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും. അതെപ്പോഴും ഓർത്ത് വെക്കുക. ഹൈസ് എപ്പോഴും വീക്കായിരിക്കും, ലോ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇവിടുത്തെ ലോ ഒക്കെ സ്ട്രോങ് ആണ്. അപ്പം ഇവിടുത്തെ ഈ ക്രിയേറ്റ് ആവുന്നതാണ് സ്വിംഗ് ലോ. ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ് സ്വിംഗ് ലോ. ഈ സ്വിംഗ് ലോ ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താവണം? ആദ്യം ഇവിടുത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആവുള്ളൂ. പിന്നെ ഈ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ടിൻ്റെ എക്സാമ്പിളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്വിംഗ് ഹൈ, ഒരു ബ്രേക്ക് ഓഫ് ഒരു ഹൈ കട്ട് ചെയ്ത് ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആയി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചാൽ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു സ്വിംഗ് ലോ ഇവിടെ ക്രിയേറ്റ് ആയി എന്ന് വെക്കുക. ആ ക്രിയേറ്റ് ആയതിനു ശേഷം 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ നിന്ന് 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ MSS സംഭവിക്കുമ്പോഴാണ് ഇവിടെ ഒരു സ്വിംഗ് ഹൈ സംഭവിക്കുക. അപ്പം അങ്ങനത്തെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും?
ഇവിടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് കൊണ്ട് ഒരു സിങ് ലോയിൽ നിന്ന് ഒരു സിങ് ഹൈയിലേക്ക് ഫിബനാച്ചി വരക്കും. ആ ഫിബനാച്ചി വരച്ചാൽ ഇവിടെ 0.5 ലെവലാണ് ഇക്വിലിബ്രിയം ലെവൽ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇക്വിലിബ്രിയത്തിൻ്റെ ഡൗൺ സൈഡിലുള്ളത് ഡിമാൻഡും ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിൽ സൈഡിലുള്ളത് പ്രീമിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുക? ഇക്വിലിബ്രിയത്തിൻ്റെ താഴത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ വാങ്ങുക. നമ്മൾ വിൽക്കുക പ്രീമിയത്തിലേക്ക് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിൽക്കുക. ഒരിക്കലും നമ്മൾ പ്രീമിയത്തിൽ നിന്ന് വാങ്ങില്ല. അപ്പം ഇവിടുത്തെ കേസിൽ വരുമ്പം ഇവിടെ എവിടെയാണ് പ്രീമിയം ഈ 0.5 മുകളിലോട്ടുള്ള ഈ ഏരിയയിലാണ് പ്രീമിയം. കാരണം ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, ഇതൊരു വീക്ക് ഹൈ ആണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടാണ് ഒരു സിങ് ലോ ഇവിടെ ക്രിയേറ്റ് ആയത്. ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ സിങ് ലോ ക്രിയേറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി, സിങ് ഹൈ ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ചാർട്ട് ഇപ്പോൾ ഒരു 1 മിനിറ്റിലേക്ക് വരുമ്പോൾ ഒരു MSS ഇവിടെ ക്രിയേറ്റ് ആവും. അങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുമ്പോഴാണ് ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുക. ഈ സിങ് ഹൈ അപ് ട്രെൻഡിൻ്റെ കേസായിട്ട് പറയുന്നത്. ഈ സിങ് ഹൈ ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടും ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഇങ്ങനെ ഒരു സിങ് ലോയിൽ നിന്ന് ഒരു സിങ് ഹൈയിലേക്ക് ഫിബനാച്ചി വരക്കുമ്പോൾ ഇവിടെ ഈ 0.5 നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം ലെവലാണെന്ന്. ഈ 0.5 മുകളിൽ പ്രീമിയം, ഈ 0.5 താഴെ ഡിസ്കൗണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുക്കാനാണ് നമ്മൾ നോക്കുക. അപ്പോൾ അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഹൈ എപ്പോഴും വീക്ക് ആവുന്നത് കൊണ്ട് നമ്മൾ ബുള്ളിഷിലോട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ നമ്മൾ ബുള്ളിഷിലോട്ട് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുക്കാൻ നോക്കേണ്ടത്? ഡിസ്കൗണ്ടിൽ നിന്നാണ് എൻട്രി എടുക്കാൻ നോക്കേണ്ടത്. ഒരിക്കലും പ്രീമിയത്തിൽ നിന്ന് എൻട്രി എടുക്കരുത്. നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഇവിടുത്തെ നമ്മൾ പറഞ്ഞു ഈ ലോ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഇവിടുത്തെ ഈ നെക്സ്റ്റ് ഹൈ എന്തായാലും വീക്കായിരിക്കും ബുള്ളിഷ് സിനാരിയോയുടെ കേസിൽ. ഇനി ഈ ഹൈ എപ്പോഴും വീക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ എന്ന് എപ്പോഴാണ് വീക്കാവുന്നത്? അപ്പോഴാണ് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. ഇവിടുത്തെ ഈ ഹൈ സ്ട്രോങ് ആവും. അപ്പം ഇവിടുത്തെ ഈ ലോ വീക്കാവുമ്പോൾ ഇവിടുത്തെ ഈ ഹൈ സ്ട്രോങ് ആവും. അങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നൊക്കെ. ഇവിടുത്തെ ഈ ലോ വീക്കാവുമ്പോഴാണ് ഇവിടുത്തെ ഹൈ സ്ട്രോങ് ആവും, ഇവിടുത്തെ ലോ വീക്കാവും. അപ്പോഴാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. ട്രെൻഡ് റിവേഴ്സിലാവുന്നതിനാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് കേസ് അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ. ഇങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും MSSും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അപ് ട്രെൻഡിൻ്റെ കേസിൽ എങ്ങനെ ഈ ഫിബനാച്ചി ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്കൗണ്ടും പ്രീമിയം കണ്ടെത്താമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അപ് ട്രെൻഡിൻ്റെ കേസിൽ ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു. ഈ സിങ് ലോ ആണെന്ന് പറയാനും ഇത് സിങ് ലോ ആണെന്ന് കൺഫേം ചെയ്യാനും വേണ്ടി എന്താവണം? ഇവിടുത്തെ ഈ സിങ് ഹൈ ബ്രേക്ക് ചെയ്തു ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കണം. എന്നാലാണ് ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആയി എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ഈ ഹൈ കട്ട് ചെയ്താലേ ഇവിടുത്തെ ഈ സിങ് ലോ അപ് ട്രെൻഡിൻ്റെ കേസിൽ കൺഫേം ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ എന്താവണം? ഇവിടെ ഈ സിങ് ഹൈ കൺഫേം ആവാനും വേണ്ടി ഇവിടെ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് നടക്കുന്നു, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടക്കുന്നു. ഇവിടെ ചെറുതായിട്ട് ഒരു കറക്ഷൻ മൂവ് നടന്നതിന് ശേഷമാണ് ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയാൽ സിങ് ലോ ക്രിയേറ്റ് ആയി എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ അപ് ട്രെൻഡിൻ്റെ കേസിൽ സിങ് ഹൈ ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കറക്ഷൻ നടക്കണം. ആ കറക്ഷൻ നടന്നതിന് ശേഷം ഇവിടെ ഈ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടും നടത്തുക, അല്ലെങ്കിൽ ഗാൻ ബോക്സ്. നമ്മൾ ഫിബനാച്ചി റീട്രേസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ഇവിടെ എടുക്കുന്നു. ഇവിടുത്തെ ഈ സിങ് ലോയിൽ നിന്ന് ഈ സിങ് ഹൈ വരെ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇവിടെ കിട്ടും ഈ 0.5 ഇക്വിലിബ്രിയം ലെവലും ഈ 0.5 മുകളിലോട്ടുള്ളത് പ്രീമിയം സോണും ഈ 0.5 താഴോട്ടുള്ളത് ഡിസ്കൗണ്ട് സോണുമാണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈസ് എപ്പോഴും വീക്കായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഈ സിങ് ലോ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അപ് ട്രെൻഡിൻ്റെ കേസിൽ ഇവിടുത്തെ ഹൈ എന്തായിരിക്കും? വീക്കായിരിക്കും. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. പ്രൈസ് ഡിസ്കൗണ്ടിൽ എത്തുമ്പോൾ വാങ്ങുന്നു. ഹൈസ് എപ്പോഴും വീക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് പ്രൈസ് ഇവിടെ ഒരു ഹൈയിലെത്തുമ്പോൾ നമ്മൾ വിൽക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുന്നു, പ്രീമിയത്തിൽ നിന്ന് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഈ ഇക്വിലിബ്രിയം ലെവൽ വരെ എത്താൻ വേണ്ടി ഡിസ്കൗണ്ട് ലെവൽ ഡിസ്കൗണ്ട് ലെവൽ എത്തിയതിന് ശേഷം വാങ്ങുന്നു. ഇവിടെ ഈ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും. അതുകൊണ്ട്
വെയിറ്റ് ചെയ്യുന്നു. ഈ ഹൈ കട്ട് ചെയ്യുന്നു. ഈ ഹൈ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ എന്താവുന്നു, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയിരുന്നു, കൺഫേം ആവുന്നു. ഈ കൺഫേം ആയതിനു ശേഷം ഇവിടെ ചെറുതായിട്ടൊരു കറക്ഷൻ വരുമ്പോഴാണ് ഇവിടെ ഈ സിംഗ് ഹൈ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഇത് കട്ട് ചെയ്തില്ലേ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ഇവിടുത്തെ ലോ സ്ട്രോങ് പ്രൊട്ടക്റ്റഡ് ലോ ആയിരിക്കും. ദെൻ ഈ ഹൈയെ പോയി വീക്കായിരിക്കും. ദെൻ ഈ ഹൈ ഈ ഒരു കറക്ഷൻ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ചെറുതായിട്ട് 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ 1 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു MSS ഇവിടെ ക്രിയേറ്റ് ആവണം. എന്നാലേ അവിടെ ഒരു കറക്ഷൻ മൂവ്, ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആവും എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ ടോപ്പിലോട്ട് ഒരു കറക്ഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇതിന് സിംഗ് ഹൈ ക്രിയേറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ആക്കുന്നു. ഒരു സിംഗ് ലോ ടു സിംഗ് ഹൈ വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഡിസ്കൗണ്ടും പ്രീമിയം കണ്ടെത്തുന്നു. ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുന്നു. ഐസ് എപ്പോഴും വീക്കായിരിക്കും നമ്മൾ പറഞ്ഞു. ഇങ്ങനെയല്ല കേട്ടോ വാങ്ങൽ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതിൽ ഇൻഡ്യൂസ്മെൻറ്റ് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് കറക്റ്റ് കണ്ടിട്ട് പോയി വാങ്ങിയാൽ മതി. ഇപ്പം തന്നെ മാർക്കറ്റിൽ പോയി ഓടിച്ചാടി എൻട്രി എടുക്കരുത്. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുന്നു. ഇവിടുത്തെ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഹൈ വീണ്ടും കട്ടാവുന്നു. അപ്പം ഇവിടെ എന്താവുന്നു, ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചാൽ ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി എന്ന് കൺഫേം ആവുന്നു. ദെൻ ഇവിടെ 1 മിനിറ്റിലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ദെൻ ഇവിടെ നെക്സ്റ്റ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗ് ലോയിൽ നിന്ന് സിംഗ് ഹൈ വരെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ പ്രീമിയത്തിൽ നിന്ന് തന്നെ മാർക്കറ്റ് അപ്പിലോട്ട് തന്നെ മൂവ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്. പ്രീമിയത്തിൽ നിന്ന് ഒരിക്കലും വാങ്ങരുത്. ദെൻ ഇവിടെ ഈ ഡിസ്കൗണ്ട് ലെവലിലേക്ക് എത്തിയാൽ മാത്രം വാങ്ങാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് യൂസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ് ട്രെൻഡിൻ്റെ കേസിൽ നമുക്ക് ഒരു റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കാം. അതിനാദ്യം വേണ്ടത് നമുക്കൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ സെറ്റിങ്സ് ഇതാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് സെറ്റിങ്സ് നമ്മൾ ശരിയാക്കി വെക്കണം. ഇവിടെ നമുക്ക് 0 ആണ്, ബാക്കിയിലൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ 1 ആണ്. ഈ 0, 1, 0.5 ഇത് മാത്രം മതി നമുക്ക്. ബാക്കിയിലൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ സിംഗ് ലോ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ സിംഗ് ലോ, അപ്പം ഇവിടെ വേറൊരു സിംഗ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സിംഗ് ലോയിൽ നിന്ന് ഇവിടെ ഒരു കറക്ഷൻ മൂവും കിട്ടിയിട്ടുണ്ട്. ഈ സിംഗ് ലോയിൽ നിന്ന് ഇതുവരെ ഹൈ വരെ നമുക്ക് ഫിബൊനാച്ചി യൂസ് ചെയ്യാം. ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസിലെത്തി. ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് പ്രൈസ് വാങ്ങുകയാണെങ്കിൽ ഈ സിംഗ് ലോ പ്രൊട്ടക്റ്റഡ് സിംഗ് ലോ ആണ്. ഹൈ വീക്ക് ഹൈ ആണ്. നമ്മൾ പറഞ്ഞു അപ് ട്രെൻഡിൻ്റെ കേസിൽ അങ്ങനെയാണ് പൊസിഷൻ സൈസ്. അങ്ങനെയാണ് പോകുന്നത്. ഇവിടുത്തെ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് പ്രൈസ് വരുന്നു, പ്രൈസ് പോകുന്നു. സിംഗ് ലോ ടോപ്പ് ഹൈ, സിംഗ് ലോ പ്രൊട്ടക്റ്റഡ് ലോ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പ്രൊട്ടക്റ്റഡ് ലോ ആയിട്ടുണ്ട്. ഇവിടെ വേറൊരു സിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വിക്ക് മാത്രം പോരാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കൺഫേം ആക്കാൻ. ഈ ബോഡിയോടുള്ളൊരു ക്ലോസ് കിട്ടണം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൺഫേം ആക്കാൻ. ഇനി നമുക്ക് നോക്കാം അപ് ട്രെൻഡിൻ്റെ കേസ്. ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൽ. നമുക്ക് നമ്മുടെ ഫിബ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് സോൺ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ സിംഗ് ലോ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പോഴാണ് ഈ സിംഗ് ലോ നമ്മൾ ഉറപ്പിച്ചത്, കൺഫേം ആക്കിയത്. അതിനുശേഷം ഇവിടെ ഒരു റിജക്ഷൻ കിട്ടിയപ്പോഴാണ് ഇവിടെ ഒരു സിംഗ് ഹൈ നമ്മൾ കൺഫേം ആക്കിയത്. അതിനുശേഷമാണ് നമ്മൾ ഫിബ് ടൂൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ ഈ 0.5ൻ്റെ മുകളിലുള്ളത് പ്രീമിയം, ഈ 0.5ൻ്റെ താഴെയുള്ളത് ഡിസ്കൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 0.5ൻ്റെ താഴോട്ടിന് വരുമോ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ കേസിൽ വന്നിട്ടില്ല. വേറെ ഈ 0.5ൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു ഇതിൽ പോയേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കൊന്നും കൂടെ നോക്കാം. ഇവിടെ വേറൊരു സിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ഫിബിനാച്ചി യൂസ് ചെയ്താണ്. വെയിറ്റ് ചെയ്യാൻ കറക്ഷൻ മൂവ് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ മൂവ് കിട്ടിയത് ഈ സിങ് ലോയിൽ നിന്ന് ഈ സിങ് ആയി വരെ ഇവിടെ ഇപ്പം തന്നെ ഡിസ്കൗണ്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുകയും പ്രീമിയത്തിൽ നിന്ന് ഈ സിംഗ്ലോ പ്രൊട്ടക്റ്റഡ് സിംഗ്ലോ ആണ്. ഈ ഹൈ അപ് ട്രെൻഡ് കേസിൽ വരുമ്പോൾ ഹൈ വീക്ക് ഹൈ ആണ്. ഓക്കെ, ഇപ്പം പ്രീമിയം ഡിസ്കൗണ്ട് ആണ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ അപ് ട്രെൻഡിൻ്റെ റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കി, അപ് ട്രെൻഡിൻ്റെ കേസ് നോക്കി. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ടിൻ്റെ കേസും കൂടെ നമുക്ക് നോക്കാം. ഡൗൺ ട്രെൻഡിൽ നമ്മൾ സെല്ലിംഗ് ആണ് നോക്കേണ്ടത്. ഡൗൺ ട്രെൻഡിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു. ഈ ലോവർ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേറൊരു ലോവർ ലോ ക്രിയേറ്റ് ആവും, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നു. അതേമാതിരി ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു. ഈ ലോവർ ലോയെ ബ്രേക്ക് ചെയ്യാനും വേണ്ടി ഇവിടുത്തെ ഈ ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. ഇവിടെ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇങ്ങനൊരു മൂവ്, ദെൻ ഇവിടുന്ന് ഇങ്ങനൊരു മൂവ് സംഭവിക്കുന്നു, ഒരു കറക്ഷൻ വരുന്നു, ദെൻ ഒരു ഇമ്പൾസീവ് വരുന്നു, ദെൻ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു. അപ്പം ഇവിടെ എന്താവുന്നു, ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. അങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ വരുന്നത്. അപ് ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം സിങ് ഹൈയിൽ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുമ്പോഴാണ് ഈ സിങ് ഹൈ കൺഫേം ആവുന്നത്. പിന്നെ അവിടെ ഒരു കറക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ 50 യൂസ് ചെയ്യുന്നു. 50 യൂസ് ചെയ്യുമ്പം 0.5 ഇക്വിലിബ്രിയം ലെവൽ, ഇതിൻ്റെ മുകളിലോട്ടുള്ളത് പ്രീമിയവും ഇതിൻ്റെ താഴോട്ടുള്ളത് ഡിസ്കൗണ്ടുമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നേരെ അപ് ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ, നേരെ വിപരീതം. 0.5ൻ്റെ മുകളിൽ പ്രീമിയം, 0.5ൻ്റെ താഴെ ഡിസ്കൗണ്ടും. അപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് നമ്മൾ എവിടെ നിന്നാണ് സെല്ല് ചെയ്യുക, നമ്മൾ ഒരിക്കലും ഡിസ്കൗണ്ടിൽ നിന്ന് സെല്ല് ചെയ്യില്ല. നമ്മൾ സെല്ല് ചെയ്യാനും വേണ്ടി നമ്മൾ പ്രീമിയത്തിലേക്ക് എത്താനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രീമിയത്തിൽ എത്തുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നു. അപ്പം ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടിൻ്റെ ഹൈ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ലോ എപ്പോഴും വീക്കായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു. ഇവിടുത്തെ ഹൈ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, ഇവിടുത്തെ ഹൈയും സ്ട്രോങ് ആയിരിക്കും, ഇവിടുത്തെ ഹൈയും സ്ട്രോങ് ആയിരിക്കും. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഇവിടുത്തെ ഹൈ സ്ട്രോങ് ആയിരിക്കും, ഇവിടുത്തെ ഹൈ സ്ട്രോങ് ആയിരിക്കും. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ ഫിബ് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫിബ് ടൂൾ ഇവിടുന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 0.5 ഇവിടെയാണ് പ്രീമിയം ലെവൽ വരുന്നത്. 0.5ൻ്റെ മുകളിൽ പ്രീമിയം, 0.5ൻ്റെ താഴെ ഡിസ്കൗണ്ട്. അപ്പം ഒരിക്കലും സെല്ല് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിൽ നിന്ന് സെല്ല് ചെയ്യരുത്. സെല്ല് ചെയ്യുമ്പോൾ എല്ലാവരും എന്താണ് ചെയ്യുക, പ്രീമിയത്തിൽ നിന്ന് സെല്ല് ചെയ്യണം. അപ്പം ഈ DRT ലെവൽ പ്ലോട്ടിങ്, ഈ പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് DRT ലെവൽ നോക്കുക എന്നൊക്കെ പറയും. ഈ DRT ലെവൽ പ്ലോട്ടിംഗ് ഒന്നും അറിയായിട്ടാണ് ഈ ഡിസ്കൗണ്ടിൽ നിന്ന് സെല്ലൊക്കെ ചെയ്ത് ആൾക്കാർ പോകുന്നത്. അപ്പം ഡൗൺ ട്രെൻഡിൽ എങ്ങനെ ഫിബിനോച്ചി യൂസ് ആക്കാമെന്നും കൂടെ നമുക്ക് ഒരു നെക്സ്റ്റ് ഇതിൽ നോക്കാം. എങ്ങനെ ഫിബിനോച്ചി യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ പോയാണ് ഈ സിങ് ഹൈ ക്രിയേറ്റ് ആയത്. ഈ സിങ് ഹൈ ക്രിയേറ്റ് ആയി ഇവിടെ ഒരു എന്താവും, ഇവിടെ ചെറുതായിട്ടൊരു കറക്ഷൻ മൂവ്, ഡൗൺ ട്രെൻഡിൽ ഇത് കറക്ഷൻ ആണെന്ന് പറഞ്ഞു. കറക്ഷൻ മൂവ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഫിബിനോച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫിബിനോച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിങ് ഹൈയിൽ നിന്ന് ഒരു സിങ് ലോയിലേക്ക് ഫിബ് ടൂൾ യൂസ് ചെയ്യുന്നു. ഇവിടെ ഈ 0.5 ഇക്വിലിബ്രിയം, ഇതിൻ്റെ 0.5ൻ്റെ മുകളിൽ പ്രീമിയം, 0.5ൻ്റെ താഴെ ഡിസ്കൗണ്ടും. അപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ചാർട്ടിൽ നമ്മൾ സെല്ലാണ് നോക്കുന്നത്. അപ്പോൾ സെല്ല് നമ്മൾ എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, പ്രീമിയത്തിൽ നിന്നാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. പിന്നെ അപ്പം ഈ 0.5ൻ്റെ മുകളിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രീമിയം സോണിലെത്തി, അവിടെ നിന്നാണ് നമ്മൾ സെല്ല് നോക്കേണ്ടത്. ദെൻ ഇങ്ങനെ പോകുന്നു, ഈ സിങ് ലോയെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നു. ഈ സിങ് ലോയെ കട്ട് ചെയ്ത് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുമ്പോൾ എന്താണ് ആവുന്നത്, ഇവിടുത്തെ ഈ സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇവിടെ ഒരു കറക്ഷൻ കിട്ടുമ്പോഴാണ് ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നത്. ഈ സിങ് ലോയിൽ നിന്ന് വീണ്ടും ഫിബ് ടൂൾ യൂസ് ചെയ്യുന്നു. 0.5 ഇക്വിലിബ്രിയം ലെവലും ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ഇവിടെ ഉള്ളത് പ്രീമിയം, ഇവിടെ ഉള്ളത് ഡിസ്കൗണ്ടും. അങ്ങനെ പ്രീമിയത്തിലേക്ക് പ്രൈസ് എത്തുമ്പോൾ നമ്മൾ വീണ്ടും വിൽക്കുന്നു. ഈ ലോ
വീക്കായിരിക്കും. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ലോ വീക്കായിരിക്കും, ഹൈ പ്രൊട്ടക്റ്റഡ് ഹൈ ആയിരിക്കും. ഈ ഹൈ ഒക്കെ പ്രൊട്ടക്റ്റഡ് ഹൈ ആയിരിക്കും. അപ് ട്രെൻഡിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ്. അപ് ട്രെൻഡിൻ്റെ കേസിൽ ലോ സ്ട്രോങ് ആയിരിക്കും, ഹൈ വീക്കായിരിക്കും. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ലോ വീക്കായിരിക്കും, ഹൈ സ്ട്രോങ് ആയിരിക്കും. അപ്പം ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും സെല്ലാണ് നോക്കേണ്ടത്. പ്രീമിയത്തിൽ നിന്നാണ് നമ്മൾ സെല്ല് നോക്കേണ്ടത്, ഒരിക്കലും ഡിസ്കൗണ്ടിൽ നിന്ന് സെല്ല് നോക്കരുത്. അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ബൈ ആണ് നോക്കേണ്ടത്. ഡിസ്കൗണ്ടിൽ നിന്നാണ് ബൈ എടുക്കേണ്ടത്, ഒരിക്കലും പ്രീമിയത്തിൽ നിന്ന് ബൈ എടുക്കരുത്. നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ ഒരു റിയൽ ചാർട്ട് എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഡൗൺ ട്രെൻഡിൻ്റെ ഒരു റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ഒരു MSS കിട്ടി. MSS കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഡൗൺ ട്രെൻഡിലേക്ക് നോക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഒരു ലോ വീക്ക് ആയിരുന്നു. ആ ലോ വീക്ക് ആകുമ്പോഴാണ് നമുക്ക് MSS കിട്ടുക. അതുവരെ നമ്മൾ അപ് ട്രെൻഡിലൂടെയാണ് മാർക്കറ്റ് പോയത്. അതിനുശേഷം ഇവിടുത്തെ ലോ വീക്കായി ലോ കട്ട് ചെയ്ത് പോയാണ് ഇവിടെ MSS കിട്ടുക. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കാണാത്തവരെ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് ഒന്ന് കാണാൻ നോക്കുക, അല്ലാതെ ഇപ്പോൾ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. അപ്പം ഇവിടെ ഒരു MSS കിട്ടി. നമുക്ക് നോക്കാം ഡൗൺ ട്രെൻഡിലേക്കാണ് ചാർട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് ഇത് കിട്ടിയില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു സ്വിംഗ് ഹൈ എടുക്കാം, ഇതിനൊരു സ്വിംഗ് ലോ ആയി എടുക്കാം. അപ്പം ഇവിടെ ഇപ്പം പ്രൈസ് ഉള്ളത് പ്രീമിയത്തിലാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, പ്രീമിയത്തിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യാനാണ് നോക്കേണ്ടത്. പ്രീമിയത്തിൽ നിന്ന് സെല്ല് ചെയ്യുന്നു. ഇവിടുത്തെ ഈ ഹൈ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ഹൈ ആയിരിക്കും, ലോ എപ്പോഴും വീക്ക് ലോ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പ്രീമിയത്തിൽ നിന്ന് പ്രൈസ് സെല്ല് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ലോ എപ്പോഴും വീക്ക് ലോ ആയിരിക്കും. ഇപ്പം എന്തായി, ഇവിടുത്തെ ഈ ലോനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവായി. ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഇവിടുത്തെ ഹൈ പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടുത്തെ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഇവിടുത്തെ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഒരു വേറൊരു എക്സാമ്പിൾ കൂടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെയും 0.5 ഇക്വിലിബ്രിയം ലെവലിൻ്റെ മുകളിലേക്ക് വന്ന് പ്രീമിയം പ്രൈസിൽ എത്തിയിട്ടാണ് പ്രൈസ് വീണ്ടും ഡൗൺ ആയത്. ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഇവിടെ അപ്പം നിങ്ങൾക്ക് റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രീമിയത്തിൽ നിന്നാണ് സെല്ല് പോകുന്നത്. പിന്നെ ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആയി. പിന്നെ ഇവിടുത്തെ ഈ ലോനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. വീണ്ടും പ്രൈസ് പ്രീമിയത്തിലേക്ക് വന്നു, പിന്നെ സെല്ല് ചെയ്താണ് പോയത്. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ദെൻ ഇവിടുത്തെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഹൈയിൽ നിന്ന് ഇവിടെ ഒരു ലോയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പോൾ ഇതിനൊരു സ്വിംഗ് ഹൈ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കറക്ഷൻ മൂവ് കിട്ടി. ഡൗൺ ട്രെൻഡിൽ കറക്ഷൻ മുകളിലേക്കാണ്, ഇമ്പൾസീവ് താഴോട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 0.5 മുകളിലേക്ക് വന്ന് പ്രീമിയം സോണിൽ നിന്നാണ് സെല്ല് പോകുന്നത് വീണ്ടും. ദെൻ നമുക്ക് ഇത് ഇതുവരെ എന്തൊക്കെ നോക്കിയെന്ന് നോക്കാം. In an uptrend market, identify the break of structure and identify the major swing highs and lows. Then find the discount price area. Then buy. ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാൻ നിൽക്കുക. അപ്പോൾ എന്താവും, ഇതിൻ്റെ കറൻറ്റ് പ്രൈസിൽ നിന്ന് ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാൻ വെയിറ്റ് ചെയ്യുക. അപ് ട്രെൻഡിൻ്റെ കേസിൽ നിങ്ങൾ ബൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിൻ്റെ കേസിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കറക്റ്റീവ് മൂവ് നടക്കുമ്പം ഒരു സ്വിംഗ് ഹൈ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഫിബൊനാച്ചി ആ കറക്റ്റീവ് മൂവ് കിട്ടിയതിന് ശേഷം ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലെവലിൽ നിന്ന് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് ലെവലിലേക്ക് എത്തുമ്പോൾ വാങ്ങാൻ നോക്കുക. ഒരിക്കലും പ്രീമിയം പ്രൈസിൽ നിന്ന് വാങ്ങരുത്. എല്ലാവരും എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തുമ്പോഴാണ് സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പം ഡിസ്കൗണ്ട് പ്രൈസിൽ എത്താനും വേണ്ടി, കറണ്ട് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് എത്താനും വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇതിവിടെ വരുന്നത് ഡിസ്കൗണ്ട് ബൈൻ്റെ സിനാരിയോയിൽ വരുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസാണ്. അപ്പം ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തിയതിന് ശേഷം വാങ്ങുക. അപ്പം നമ്മൾ പറഞ്ഞു അപ് ട്രെൻഡിൻ്റെ കേസിൽ ലോ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ലോ ആയിരിക്കും. ഇവിടുത്തെ ലോ പ്രൊട്ടക്റ്റഡ് ആണ്, ഇവിടുത്തെ ഹൈ വീക്കാണ്. അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ്. ഇവിടെ ഇതാണ് പറയുന്നത്. അപ് ട്രെൻഡിൻ്റെ കേസിൽ ഡിസ്കൗണ്ടിൽ സോണിൽ നിന്ന് വാങ്ങാൻ നോക്കുക. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യുക ഡിസ്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റും ആണ്. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം സോണിൽ നിന്ന് സെല്ല് ചെയ്യാൻ നോക്കുക. ഡൗൺ ട്രെൻഡ് ആയതിനു ശേഷം ഡൗൺ ട്രെൻഡിൽ പ്രീമിയം സോണിലാണ് സെല്ല് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ
ഈ ലോ ഇപ്പം കറണ്ട് പ്രൈസ് ഇവിടെയാണ്. ഇവിടെ ഈ ലോയിൽ നിന്ന് ഈ പ്രീമിയം പ്രൈസിലേക്ക് വന്നതിന് ശേഷം മാത്രം സെല് ചെയ്യുക. ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുക. ലെവൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇക്വിലിബ്രിയവും പ്രീമിയം ഡിസ്കൗണ്ടും നോക്കിയതിന് ശേഷം പ്രീമിയം പ്രൈസിൽ എത്തിയതിന് ശേഷം മാത്രം സെല് ചെയ്യുക. പിന്നെ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രീമിയം ഡിസ്കൗണ്ടും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് പ്രീമിയമാണ്. അപ്പം പ്രീമിയത്തിലേക്ക് എത്തുമ്പോഴാണ് സെല് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ടിൽ എപ്പോഴും ബൈ ചെയ്യാനാണ് നോക്കേണ്ടത്, പ്രീമിയത്തിൽ എപ്പോഴും സെല് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ വരുമ്പോൾ എപ്പോഴും സെല്ലാണ് നോക്കേണ്ടത്. അപ് ട്രെൻഡിൻ്റെ കേസിൽ വരുമ്പോൾ എപ്പോഴും ബൈ ആണ് നോക്കേണ്ടത്. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ എപ്പോഴും ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ലോ വീക്ക് ആയിരിക്കും. അപ് ട്രെൻഡിൻ്റെ കേസിൽ എപ്പോഴും ഹൈ വീക്ക് ആയിരിക്കും, ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക.